ഇന്ന് ഞാനുണ്ടല്ലോ ഒരു പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇൻവെർട്ടർ എന്തിനാണ് യൂസ് ചെയ്യണേ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇൻവെർട്ടർ, ബാറ്ററി, UPS, സ്റ്റെബിലൈസർ അതൊക്കെ സെയിൽസ് ആൻഡ് സർവീസ് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. പിന്നെ ലൂമിനസ്, മൈക്രോടെക്, SF, എക്സൈഡ് ഇങ്ങനത്തെ കമ്പനിയുടെ ബാറ്ററി ഇൻവെർട്ടറൊക്കെയാണ് ഞാൻ സപ്ലൈ ചെയ്യണേ. അപ്പോൾ എനിക്ക് ആദ്യം ഇൻവെർട്ടറിനെ കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു. നമ്മൾ ഇൻവെർട്ടർ എന്തിനാണ് യൂസ് ചെയ്യണേ എന്നുള്ളത്. ഇൻവെർട്ടർ യൂസ് ചെയ്യണം നമ്മൾ വീടുകളിലും കടകളിലും പിന്നെ ഇൻഡസ്ട്രിയിലൊക്കെ ലൈറ്റ് പോണ സമയത്ത് ഇൻവെർട്ടർ ഉപയോഗിക്കാൻ പറ്റും. ഇൻവെർട്ടറിൻ്റെ കൂടെ ഒരു ബാറ്ററി കൂടി കണക്ട് ചെയ്തിട്ട് ലൈറ്റ് പോണ സമയത്ത് നമുക്കത് യൂസ് ചെയ്യാം. അതായത് ലൈറ്റ് ഉള്ളപ്പോൾ നമ്മൾ ഫാൻ, TV, ലൈറ്റൊക്കെ യൂസ് ചെയ്യണം. അതായത് മെയിൻ ലൈറ്റ് ഉള്ളപ്പോൾ, കറണ്ട് ഉള്ളപ്പോൾ. അപ്പോൾ കറണ്ട് പോയി കഴിയുന്ന സമയത്തും നമുക്ക് ഈ ലൈറ്റും ഫാനും TV-യൊക്കെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇൻവെർട്ടർ ഉപയോഗിച്ച്. പിന്നെ നമ്മൾ എത്ര ലൈറ്റ് കണക്ട് ചെയ്യണം, എത്ര ഫാൻ കണക്ട് ചെയ്യണമെന്ന് അത് ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചായിരിക്കും. കപ്പാസിറ്റിക്ക് അനുസൃതമായിട്ട് തന്നെ ലൈറ്റ് ഫാന് കണക്ട് ചെയ്യാവൂ, അല്ലെങ്കിൽ അത് പ്രശ്നം വരും. പിന്നെ നമ്മൾ ഇൻവെർട്ടർ കണക്ട് ചെയ്യുമ്പോൾ ഇന്ന് ഞാൻ ഇൻവെർട്ടറിനെ കുറിച്ച് മാത്രം അതിൻ്റെ കുറച്ച് ഇൻഡിക്കേഷൻസ്, അതായത് മുമ്പിൽ അതിൻ്റെ ഫ്രണ്ട് പാനലിൽ കുറച്ച് LEDs ഉണ്ട്. കോമൺ ആയിട്ട് 5 LED-കളാണ് കണക്ട് ചെയ്യാറ്. കോമൺ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ പല കമ്പനിയുടെ പല ഇതായിട്ട് കൂടുതലും കണക്ട് ചെയ്യാറുണ്ട്. പക്ഷേ 5 എണ്ണം എന്തായാലും കോമൺ ആണ്. അതായത് ഒന്ന്, നമ്മുടെ മെയിൻ കറണ്ട് ഉള്ള സമയത്ത്, അതായത് ലൈറ്റ് ഉള്ള സമയത്ത് ആ ഇൻവെർട്ടറിൽ 2 ഇൻഡിക്കേഷൻ ഉണ്ടാകും. ഒന്ന് മെയിൻസ് ഇൻഡിക്കേഷൻ എന്ന് പറയും, രണ്ടാമത്തേത് ചാർജിങ് ഇൻഡിക്കേഷൻ എന്ന് പറയും. മെയിൻസ് ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് ആ മെയിൻ കറണ്ട് ഇതിൽ തന്നെയാണ് വർക്ക് ചെയ്യണേ. രണ്ടാമത്തെ ഇൻഡിക്കേഷൻ ചാർജിങ്, അതായത് നമ്മുടെ ബാറ്ററി അതിൽ ചാർജ് ആവേണ്ടെന്നാണ് അതിൻ്റെ സിമ്പൽ. അതായത് ചാർജും ആവേണ്ട മെയിൻസ് ഉണ്ട്. പിന്നെ ലൈറ്റ്, മെയിൻ കറണ്ട് പോയ ശേഷം ആ ഇൻവെർട്ടറിൽ ഒരു ഇൻഡിക്കേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് അത് ബാറ്ററി മോഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിക്കേഷൻ. അത് കഴിഞ്ഞിട്ട് ബാറ്ററി നമ്മൾ മെയിൻ കറണ്ട് പോയ ശേഷം ബാറ്ററിയിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ ആ ബാറ്ററി പതുക്കെ ഒരു ഫുൾ ലോഡിൽ 3 മണിക്കൂറിനൊക്കെ ശേഷം അത് ഡിസ്ചാർജ് ഇൻഡിക്കേഷൻ വരാൻ തുടങ്ങും. അതിനാണ് ബാറ്ററി ലോ ഇൻഡിക്കേഷൻ എന്ന് പറയണത്. അത് കഴിഞ്ഞാൽ അത് പിന്നെ ഒരു ഇൻഡിക്കേഷൻ ഉള്ളത് ഓവർലോഡ് ഇൻഡിക്കേഷൻ എന്ന് പറയും. അതായത് നമ്മുടെ കപ്പാസിറ്റിക്ക് കൂടുതൽ, ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റിക്ക് കൂടുതൽ നമ്മൾ ലൈറ്റോ ഫാനോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഓവർലോഡായിട്ട് വാർണിംഗ് വരും. അതിൽ കൂടുതൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കാൻ. ഓക്കെ, അപ്പോൾ LED കുറിച്ചുള്ള ഫങ്ഷൻ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. ഇതുപോലെ നല്ല വീഡിയോ ഞാൻ ഇടുന്നതാണ്. ഓക്കെ, ഇനി ഹിന്ദിയിലും കൂടി പറയണ്ട കേട്ടോ. മേക്ക് इन्वर्टर बैटरी एंड स्टेबलाइज़र ये सब सेल्स एंड सर्विस करते एक पर्सन है. तो मैंने आज इन्वर्टर के बारे में थोड़ा बोल रही हूँ. इन्वर्टर क्यों यूज़ करते हो और उसका सामने का जो इंडिकेशन क्या क्या है वो बता रहे हो आज वीडियो में. ये जो इन्वर्टर है अपना घर पे लाइट जाते हैं, घर या शॉप या इंडस्ट्रियल में लाइट जाएगा तो उसी टाइम में इन्वर्टर का यूज़ होता है. इन्वर्टर लगाएगा तो इन्वर्टर प्लस बैटरी लगाना पड़ता है. तो लाइट जाएगा तो आपका जो फैन है, लाइट है, वो सब इन्वर्टर थ्रू चालू रहेगा. और आज इन्वर्टर का जो इंडिकेशन है सामने का, मैं वो थोड़ा सा एक्सप्लेन कर रही हूँ. अगर मेन करंट पे इन्वर्टर चल रहा है तो 2 इंडिकेशन चालू रहता है, एक मेंस, दूसरा चार्जिंग इंडिकेशन. मेन करंट जाने के बाद आपके इन्वर्टर में एक ही इंडिकेशन रहेगा, वो है बैटरी मोड करके. बैटरी में वो चालू रहेगा तब एक इंडिकेशन रहेगा. उसके बाद
जो बैटरी इंडिकेशन के साथ लाइट जाने के बाद वो बैटरी धीरे धीरे डिस्चार्ज हो जाएगा। तो डिस्चार्ज होने के टाइम में भी एक इंडिकेशन आएगा, वो है बैटरी लो वार्निंग करके इंडिकेशन आएगा। बैटरी लो वार्निंग आएगा मतलब आपका बैटरी डिस्चार्ज हो रहा है। फिर और एक इंडिकेशन है फिफ्थ वाला, वो है ओवरलोड इंडिकेशन। जैसा अपना जो इन्वर्टर का कैपेसिटी से भी ज़्यादा हम लोड दे रहे हैं, लोड मीन्स फैन लाइट ये सब टेक्निकली उसको लोड कहते हैं, तो वो ज़्यादा रहेगा तो ओवरलोड इंडिकेशन आ जाएंगे। तो ओवरलोड इंडिकेशन आने के टाइम में तो इन्वर्टर आपको बंद रखना है, लोड आपको कम देना है एग्जैक्टली उसको। लोड ओवरलोड आएगा तो आपको जो फैन है लाइट है उसको कम करना है, तो नॉर्मल मोड में आ जाएंगे। ठीक है, आज सिर्फ इंडिकेशन के बारे में ही बात किया है। बाद में कभी दूसरा वीडियो डालेगा बैटरी के साथ इन्वर्टर कैसे लगाना है, ये सब नेक्स्ट वीडियो में आ जाएंगे। आपको मेरा वीडियो अच्छा लगेगा तो लाइक करें, कमेंट करें एंड सब्सक्राइब कीजिए। थैंक यू।